നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി. കർത്താവായ ഈശോയെ, നിന്റെ സഹനത്തിൻ്റെ വഴികളിലൂടെ അങ്ങയുടെ കാൽവരി മലമുകൾ നടന്നു കയറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണിത്. നീ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലമുകളിലേക്ക് നടന്നു കയറിയത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ സഹനത്തിൻ്റെ വേളകളിൽ അങ്ങയെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് വേദനയോടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ കുരിശിൻ്റെ വഴികളിൽ ഞാനും ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങയുടെ കുരിശൊന്ന് താങ്ങുവാൻ ഞാൻ എൻ്റെ മനസ്സ് സജ്ജമാക്കിയേനെ. അങ്ങയുടെ ജീവിതത്തിൽ ഒരു സഹായമായി മാറുവാൻ ഞാനെന്നും അങ്ങയോട് കൂടെയുണ്ടായിരുന്നേനെ. കുരിശ് മലയാള ഭാഷയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ പദമാണത്. ഏറ്റവും കയ്പ് നിറഞ്ഞ പദമാണിത്. എൻ്റെ ഈശോയെ, ഇതെന്തൊരു കുരിശ് എന്ന് നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയിട്ടില്ലേ? ജീവിതത്തിൽ കുരിശ് ചുമക്കുന്നവരാണ് നാം. കുരിശിൽ കിടക്കുന്നവരാണ് ചിലർ. എന്നാൽ ജീവിതത്തിൽ കുറേ പേർ കുരിശ് തന്നെയാണ്. അങ്ങനെ കുരിശും വഹിച്ചുകൊണ്ടുള്ള കാൽവരി യാത്രയാണ് ഞങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിയുന്നു. ഞങ്ങൾ വേദനയോടെ വഹിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുരിശുകളെ കർത്താവേ, നീ അറിയുന്നുണ്ടല്ലോ, നീ തൊട്ടറിയുന്നുണ്ടല്ലോ. ഈ ലോകത്തിനു വേണ്ടി, എനിക്കു വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി ജീവനേകുവാനും ജീവനാകുവാനും അങ്ങ് തിരുമനസ്സായതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തോടെ അങ്ങയുടെ കുരിശിനെ മനസ്സിൽ ധ്യാനിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഇത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നും ഞങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിന്റെ കുരിശ് കിടപ്പുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ജപമാലയിൽ അങ്ങയുടെ കുരിശ് മരം നാട്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ കുരിശ് ഞങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയാ തമ്പുരാനെ. എൻ്റെ നെഞ്ചോട് അങ്ങയുടെ കുരിശ് ചേർന്ന് നിൽക്കുകയാ.
അങ്ങയുടെ സഹനത്തിൻ്റെ, അങ്ങയുടെ വേദനയുടെ നിമിഷങ്ങളിലെല്ലാം ആ കുരിശ് എനിക്കൊരുപാട് ശക്തി നൽകുന്നുണ്ട്. ആ കുരിശിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ കരം വെച്ച് അമർത്താറുണ്ട്. എൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്റെ കുരിശുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലമെന്ന് പറയുന്നത്. ഈശോയെ, 2000 ചിലാം വർഷങ്ങൾക്ക് മുമ്പ് നീ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേദനകൾ തിങ്ങി നിറഞ്ഞു വരാറുണ്ട്. എൻ്റെ മനസ്സിൽ ദുഃഖങ്ങളുടെ ആഴക്കടലുകൾ ഞാൻ നീന്തിക്കിടക്കാറുണ്ട്. വേദനയോടെ അങ്ങയുടെ കുരിശിനെക്കുറിച്ച് ഞാൻ ധ്യാനിക്കാറുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ഇന്നും ഹൃദയത്തിലേറ്റി ആരാധിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പാപത്തിൻ്റെ മുൾച്ചെടി പറിച്ചു കളഞ്ഞിട്ട് അതിനു പകരം സ്നേഹത്തിൻ്റെ പൂമരം വച്ച് പിടിപ്പിച്ചിട്ട് നടന്നു പോയവനാണല്ലോ അങ്ങ്. ഈ നിമിഷം ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ വേളകളിൽ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് അങ്ങയുടെ കാൽവരി മലമുകളിലെത്തി അങ്ങയുടെ കുരിശോട് ചേർന്ന് എൻ്റെ മുഖമൊന്നർപ്പിച്ച് അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, നിനക്ക് ഞാനുണ്ട്. നിന്റെ വേദനകളിൽ പങ്കുചേരാൻ ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിന്റെ സഹനങ്ങളിൽ പങ്കുചേരാൻ ഞാൻ നിന്നോടൊപ്പമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ കുരിശും പേറി ഞാനിതാ നിന്നെ തേടി വരുന്നു. അങ്ങയുടെ കാൽവരി മലമുകളിലെ കുരിശിൻ്റെ ചുവട്ടിൽ അങ്ങയുടെ കുരിശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന തിരിച്ചോരത്തുള്ളികളാൽ അഭിഷിക്തനായി അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ആത്മാർത്ഥതയോടെ ഞാൻ ഇരിക്കട്ടെ. എൻ്റെ കർത്താവിനെ നോക്കി, കുരിശിലേക്ക് നോക്കി, കുരിശിൽ അങ്ങയുടെ തിരുമുറിവ് നോക്കി, ആ തിരുമുറിവിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന തിരിച്ചോരത്തുള്ളികൾ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ കഴുകി വിശുദ്ധീകരിക്കുന്നതായി ഞങ്ങൾ ഭാവനയിൽ കാണുന്നു. അങ്ങനെ ഞങ്ങളുടെ കുരിശോട് ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ കാഴ്ചവെക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾക്കൊരിടം തരണേ. കുരിശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾക്കൊരിടം തരണമേ. ആ കുരിശിലേക്കൊന്ന് തല ചായ്ച്ച് ആ കുരിശിൻ്റെ വേദന എൻ്റെ വേദനയായി മാറ്റിക്കൊണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ വേദനയായി മാറ്റിക്കൊണ്ട് അങ്ങയുടെ കുരിശോട് ഞാനൊന്ന് തല ചായ്ച്ച് നിൽക്കട്ടെ. ദൈവമേ, എനിക്ക് അങ്ങയുടെ കുരിശിലെ കൃപ മതി. അങ്ങയുടെ കുരിശിലെ ആശ്വാസം മതി എനിക്ക് ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ ജീവിക്കാൻ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതി. സ്വപ്നങ്ങളകലയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൽ നേരം വരണേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതി. തകർച്ചകളുമായി തകർന്നടിഞ്ഞ് എൻ്റെ ജീവിതം
കുടുംബത്തിൽ നിന്നും തിരസ്കൃതനായതിൻ്റെ വേദന പേറുന്ന എൻ്റെ ഹൃദയം, എൻ്റെ സഹോദരങ്ങളാൽ മാറ്റപ്പെട്ടവനായി മാറിയ വേദന നിറഞ്ഞ എൻ്റെ ഹൃദയം അങ്ങയുടെ കുരിശോട് ചേർത്ത് നിർത്തട്ടെ. വേദനയാൽ വിങ്ങി ഇതുമ്പുന്ന എൻ്റെ ഹൃദയം അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞാൻ കാഴ്ചവെക്കട്ടെ. എൻ്റെ ദൈവമേ, നിന്റെ കുരിശിലൊരിടം മതി എനിക്ക് ജീവിതം മൊത്തം ജീവിക്കാൻ. തകർന്നടിഞ്ഞു പോയ എൻ്റെ ജീവിതത്തിൽ ഒരു ഉദ്ധാനമുണ്ട് എന്ന് അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണിത്. ഈശോയെ, നിന്റെ കുരിശോട് ചേർന്ന്, നിന്റെ കുരിശിലേക്ക് തകർന്നടിഞ്ഞ എൻ്റെ ജീവിതത്തെ, എല്ലായിടത്തു നിന്നും തിരസ്കരിക്കപ്പെട്ട് എല്ലാവരിൽ നിന്നും മാറ്റപ്പെട്ട് ദുഃഖത്തിൻ്റെ തീരാക്കയങ്ങളിൽ മുങ്ങിത്താഴുന്ന എന്നെ കുരിശിലേക്ക് കൈപിടിച്ചുയർത്തണേ, കുരിശിലേക്ക് ചേർത്തെന്നെ കാഴ്ചവെക്കണേ. തകർച്ചകളേറെയുണ്ടാ, തകർന്നടിഞ്ഞെൻ്റെ ഉള്ളം, തിരസ്കൃതനായി ഞാൻ എല്ലായിടങ്ങളിലും. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതി. ഉറ്റവരും ഉടയവരുമായി ആരുമില്ലാതെ ഏകനായി ഞാൻ നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, ദൈവമേ, നീ എനിക്ക് താങ്ങും തണലുമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. ഉറ്റവരും ഉടയവരും എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിചാരിച്ച നിമിഷങ്ങളിലെല്ലാം അവരെന്നെ ഉപേക്ഷിച്ചതിൻ്റെയും തള്ളിപ്പറഞ്ഞതിൻ്റെയും തിരസ്കരിച്ചതിൻ്റെയും വേദന പേറുന്ന എൻ്റെ മനസ്സ്, ആ മനസ്സ് നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. ആ തിരസ്കരണത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാൻ അനുഭവിച്ച സങ്കടം അങ്ങയുടെ സങ്കടങ്ങളോട് ചേർത്ത് നിർത്തുന്നു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണേ. ഉറ്റവരായാരുമില്ല, ഉറ്റുകൊടുത്തവരേറെ, ഏകാന്തത മാത്രമേ എൻ്റെ കൂട്ടിനുള്ളൂ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതി. എൻ്റെ സങ്കടങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വിങ്ങുവാ തമ്പുരാനെ. അങ്ങയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ വേദനയൊന്നുമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഹൃദയം ഇങ്ങനെ വേദനയാൽ മിടിക്കുകയാണ്. എനിക്കാരുമില്ല എന്ന് എനിക്കിടയ്ക്കിടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് ആരും നിനക്കില്ല എന്ന് ഒരു സ്വരം ഉയർന്നിട്ടുണ്ട്. എങ്കിലും ദൈവമേ, കുരിശിലെ യേശുവേ, നീയുണ്ടെനിക്ക് കാവലായി, നീയുണ്ടെനിക്ക് കരുതലായി. എൻ്റെ മനസ്സ് നിറഞ്ഞ് സങ്കടം നിറയുമ്പോഴും കരച്ചിലടക്കാൻ കഴിയാതെ ഞാൻ വിങ്ങി വിതുമ്പുമ്പോഴും, ദൈവമേ, നിന്റെ കുരിശ് എനിക്ക് ശക്തിയാണ് കേട്ടോ. നിന്റെ കുരിശ് എനിക്ക് ബലവാ. നിന്റെ കുരിശിലേക്ക് ചേർന്ന്
ഞാൻ ഒരു നിമിഷം നിൽക്കട്ടെ. നിന്റെ കുരിശിലെ കൃപ എന്നിലേക്ക്, എൻ്റെ സങ്കടങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. കലഹമാണേറെയുള്ളിൽ കരുതുന്നവരോ വിരളം, കരച്ചിലടക്കാൻ വയ്യ കരുത്തേകുനാഥ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. എൻ്റെ ദൈവമേ, എൻ്റെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് കൂടെ നിൽക്കുമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എങ്കിലും എൻ്റെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ ആരും എനിക്ക് കരുതലായും സ്നേഹമായും ഇല്ലായിരുന്നു. എങ്കിലും ഒന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ വേദനയോടെ ഞാൻ നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈ കുരിശ് എനിക്കൊരു ശക്തിയാണ്, ഈ കുരിശ് എനിക്കൊരു ബലമാണ്. ഈ കുരിശിലേക്ക് എല്ലാ സങ്കടങ്ങളെയും ഞാൻ ഒരു നിമിഷം ചേർത്ത് നിർത്തട്ടെ ദൈവമേ. ഉള്ളം പീടഞ്ഞിടുമ്പോൾ അകലയായി പ്രിയരേ വരും, ഉള്ളം പങ്കിടാനാ ഭൂവിലാരുമില്ല. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്നേഹം ലഭിക്കാതെ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കുരിശിനെ തേടി വന്നിരുന്നു, വേദനയോടെ കുരിശിൽ തേടിയിരുന്നു. എന്നെ വേദനിപ്പിച്ചവരെയും കുറ്റപ്പെടുത്തിയവരെയും കുറ്റം പറഞ്ഞവരെയും കുറ്റം വിധിച്ചവരെയുമെല്ലാം നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുകയാണ്. അവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ, അവരെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. എങ്കിലും ദൈവമേ, എൻ്റെ വേദന അറിയാൻ നീ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. സ്നേഹം നടിച്ചവരേറെ, വഞ്ചിതനായി ഞാനെന്നും ആശ്വാസം തേടിടുമ്പോ നീ മാത്രമഭയം. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. എൻ്റെ പ്രതീക്ഷകളെല്ലാം മങ്ങി മറയുന്ന നിമിഷം, ഞാൻ സ്വപ്നം കണ്ടതെല്ലാം ഒരു നിമിഷം ഇല്ലാതാകുന്ന നിമിഷം. എങ്കിലും ദൈവമേ, ആരും എനിക്ക് ആശ്രയമില്ലാതിരിക്കുമ്പോഴും നീ എനിക്ക് ആശ്രയമായിരുന്നു, നീ എനിക്ക് ബലമായിരുന്നു. നിന്റെ കുരിശ് എനിക്കെന്നും ബലമായിരുന്നു, ശക്തിയായിരുന്നു. കുരിശില ഞാൻ ആശ്വാസം കണ്ടെത്തിയത്. ഈ നിമിഷവും അങ്ങയുടെ കുരിശിൽ ഞാൻ ആശ്വാസം കണ്ടെത്തട്ടെ. പ്രതീക്ഷകൾ മങ്ങിടുമ്പോൾ ചെങ്കോടു ചേർത്തിടുവാൻ മറ്റാരുമില്ലെങ്കിലും നീ തുണ
കുരിശായാലും മതിയേ, അതുമാത്രം മതി. സ്വപ്നങ്ങളകലയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ, ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതി. കുരിശ് മാത്രം മതി എൻ്റെ എനിക്ക് ജീവനേകുവാൻ. ആ കുരിശിലെ ശക്തി മതി എനിക്കൊരായുസ് മുഴുവൻ ജീവിക്കാൻ. എൻ്റെ ജീവിതം മുഴുവൻ കുരിശോട് ചേർത്ത് കാഴ്ചവെക്കുകയാ ദൈവമേ. അങ്ങയുടെ കുരിശിൻ്റെ ശക്തിയും ബലവുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാതൽ. അതുകൊണ്ടെല്ലാം കുരിശിലേക്ക് ചേർത്ത് ഞാൻ കാഴ്ചവെക്കുകയാണ്. എൻ്റെ ദുഃഖവും വേദനയും രോഗവും അസ്വസ്ഥതകളും ഞാൻ അനുഭവിക്കുന്ന എല്ലാ ജീവിത വ്യതകളെയും നിൻ്റെ കുരിശോട് ചേർത്ത് കാഴ്ചവെക്കുന്നു. നീ എനിക്ക് ആശ്രയമായി, താങ്ങായി, തണലായി. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കുരിശ്, ആ കുരിശിലേറുവാൻ, ആ കുരിശോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നീ എനിക്ക് കൃപയരുളണേ. കുരിശിലേക്ക് ചേർത്ത് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആ കുരിശ് എൻ്റെ ജീവിതത്തിലെന്നും എനിക്ക് താങ്ങും തണലുമായിരിക്കട്ടെ. കുരിശിലെന്നെ ചേർക്കുമോ നാഥ, കുരിശെനിക്കമൃതമായി തീർക്കുമോ ദേവാ, ആശ്വാസവചനങ്ങൾ മൊഴിയുമോ ദേവാ, ആണിപ്പഴുതാർന്ന കരത്താൽ തഴുകുമോ നാഥ. കുരിശിലെന്നെ ചേർക്കുമോ നാഥ, കുരിശെനിക്കമൃതമായി തീർക്കുമോ ദേവാ, ആശ്വാസവചനങ്ങൾ മൊഴിയുമോ ദേവാ, ആണിപ്പഴുതാർന്ന കരത്താൽ തഴുകുമോ നാഥ. നീയില്ലാത്തതെല്ലാം മിഥ്യയല്ലേ നാഥ, നീ മാത്രമല്ലോ എന്നും സത്യം ദേവാ. കർത്താവേ, നിന്നോട് കൂടെ ആയിരിക്കുന്നത് എത്ര സന്തോഷപ്രദമാണ്. നിന്നോടുകൂടെ സഹിക്കുന്നത് എത്ര മാധുര്യമാണ്. നിന്നോടുകൂടെ മുഖം വഹിക്കുമ്പോൾ അതെന്ത് എളുപ്പമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നോടു കൂടെ കഴിയുവാനെന്തു സുഖം, നിന്നോടു കൂടെ സഹിക്കുവാനെന്തു മധുരം, നിന്നോടു കൂടെ കഴിയുവാനെന്തു സുഖം, നിന്നോടു കൂടെ സഹിക്കുവാനെന്തു മധുരം, നിന്നോടു കൂടെ മുഖം വഹിക്കാനെന്തെളുപ്പം, നിന്നോടു കൂടെ വസിപ്പതല്ലേ നിത്യജീവൻ. നീയില്ലാത്തതെല്ലാം മിഥ്യയല്ലേ നാഥ, നീ മാത്രമല്ലോ എന്നും സത്യം ദേവാ.
ആരറിയുന്നു നീയാകും സ്നേഹത്തിൻ ആഴം, ആരറിയുന്നു നീയാകും സത്യത്തിൻ ശക്തി, ആരറിയുന്നു നീയാകും സ്നേഹത്തിൻ ആഴം, ആരറിയുന്നു നീയാകും സത്യത്തിൻ ശക്തി. ആരുമില്ലാതെ അലയുന്ന നേരം ഞങ്ങൾ അറിയുന്നു നാഥാ നിൻ കരുണാർദ്രമാം നിത്യ സ്നേഹം. നീയില്ലാത്തതെല്ലാം മിഥ്യയല്ലേ നാഥാ, നീ മാത്രമല്ലോ എന്നും സത്യം ദേവാ. കുരിശിലെന്നെ ചേർക്കുമോ നാഥാ, കുരിശനിക്കമൃതമായി തീർക്കുമോ ദേവാ, ആശ്വാസവചനങ്ങൾ മൊഴിയുമോ ദേവാ, ആണിപ്പഴുതാർന്ന കരത്താൽ തഴുകുമോ നാഥാ. നീയില്ലാത്തതെല്ലാം മിഥ്യയല്ലേ നാഥാ, നീ മാത്രമല്ലോ എന്നും സത്യം ദേവാ. നീയില്ലാത്തതെല്ലാം മിഥ്യയല്ലേ നാഥാ, നീ മാത്രമല്ലോ എന്നും സത്യം ദേവാ. കുരിശിൻ്റെ ബലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ വിജയമെന്ന് പറയുന്നത് ജീവിത കുരിശുകളാണെന്ന് തിരിച്ചറിയാം. ഈ കുരിശിലേക്ക് നമ്മെ അർപ്പിക്കാം. ഈ കുരിശിൻ്റെ ബലത്തിൽ ജീവിക്കുവാൻ നമുക്ക് അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ അഭിഷേകമുള്ളവരായി തീരുവാൻ കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോടെല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ.